ഓർമ്മപ്പെടുത്താനായിട്ട് ആണ് ഈ ചേമ്പ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് അതിന് വരെ എൻ്റെ കൈ വന്നു ഗൈസ്. ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് ഇവിടെ വെച്ചിട്ട് പോവാം. ഓക്കെ, ഒരു വഴുതനങ്ങയും കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ല. വേണ്ടേ വേണ്ടിരിക്കുന്ന കള്ളി, വഴുതനങ്ങ കള്ളി. ദാണ്ടേ ഫുൾ വർക്കും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ ഡെല്ലൂസ എങ്ങനെയുണ്ട്? സൂപ്പർ. യോ യോ ബാ ബാ നടന്ന് വാങ്ങ. ബാ 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 പോവാ. പോരെ പോരെ, എന്നെ വിളിക്കാൻ വന്നതാ ഇന്ന്. യെസ് ഗൈസ്, അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. സോ നമ്മൾ റിസപ്ഷനിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് റൂമിൽ പോയി എന്തെങ്കിലുമൊക്കെ അല്ലറ അൽക്കുലത്ത് പണീസ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് നല്ല നല്ല കളർ ഫ്ലവേഴ്സാ. അതെ, ഇതൊക്കെ മമ്മിക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സൂപ്പറായിട്ട് ഇത് മമ്മി പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് റെഡിയാക്കാം. അല്ല, റഫ്ലേഷ്യ. കുറെ റഫ്ലേഷ്യ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളർ. ഡെല്ലൂസേ ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഉണ്ടാക്കിയാലോ ഇതേപോലത്തെ പൂ നമ്മുടെ ഗാർഡനിലോട്ട്? ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോക്കകത്ത്? ഇന്ന് കുറേ വെജിറ്റബിൾസിന്റെ ഞെട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. മുളക്, വഴുതനങ്ങ, പിന്നെ ഇത് മുരിങ്ങയുടെ കമ്പ്, ഇതെല്ലാം എടുത്ത് വെച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കുറച്ച് പൂക്കളുണ്ടാക്കി അതില് ഫിക്സ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന് ഫുള്ള് വെറൈറ്റി പരിപാടീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കളയുന്നു, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്ലാസ്റ്റിക് എടുത്ത് കളയാനൊന്നും നമുക്ക് വയ്യ. നമ്മൾ ചുമ്മാ നമ്മുടെ കിച്ചണിലൊക്കെ കളയുന്ന ഐറ്റങ്ങൾ വെച്ച് റീയൂസബിൾ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി വർക്ക്സ് റെഡിയാക്കും. ഇത് നോക്കിയേ, എന്തൊരു ഒറിജിനാലിറ്റിയാ നോക്കിയേ. ചേമ്പ് കറക്റ്റ് ചേമ്പ് തന്നെ. നാട്ടിലെ നമ്മുടെ വീട്ടിലേ ഒരു ചേമ്പുണ്ട് കേട്ടോ. ആ ചേമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിത്തിന് വേണ്ടി വെച്ചിരിക്കുകയല്ല, അതിന്റെ തണ്ടും ഇലയും ഒക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. ഡാഡി കൊണ്ടുവച്ചതാണ്, നല്ല സൂപ്പറായിട്ട്. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇതിങ്ങനെ ഒരു തണ്ട് ഇലയൊക്കെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ നമുക്ക് നല്ലൊരു തോരനോ കറിയോ ആക്കാം. അങ്ങനെയുള്ള ചേമ്പുണ്ട്. നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആണ് ഈ ചേമ്പ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് അതിന് ഒരു ഇല എൻ്റെ കയ്യിൽ വന്നു ഗൈസ്. ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് ഇവിടെ വെച്ചിട്ട് പോവാം. ഓക്കെ, ഡെല്ലൂസ് ഇന്ന് എന്നെ വിളിക്കാൻ വന്നതാ. താഴെ എന്നെ വിളിക്കാൻ വന്നതാണ് ഡെല്ലൂസും മമ്മിയും കൂടെ. സോ ഇനി നമ്മൾ കയറി വന്നിട്ട് നമ്മുടെ വ്ലോഗ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ആരെ കണ്ടായി ചിരിക്കുന്നതെന്ന് കാണാ നിങ്ങക്ക്? യെസ് ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ അലക്കുലുത്ത് പണികൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, കത്തി പിടിച്ചോ. ഹലോ ഹലോ, കുരുത്തക്കേടൊന്നും ഉണ്ടാക്കാതിരുന്നോ. ഇത് ഫുൾ ഒരു പച്ചക്കറി തോട്ടമാണെന്ന് തോന്നുന്നു നമ്മുടെ കൈ. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതെന്താ? ഇത് ബ്രിഞ്ചാൾ, മലയാളത്തിൽ
വഴുതനങ്ങാന്ന് പറയും. അത് ബ്രിഞ്ചാള്. ഇത് നമ്മുടെ മുന്തിരിങ്ങയുടെ മുന്തിരിങ്ങ മാറ്റിയിട്ട് ബാക്കി വന്ന സാധനം. ഇത് കണ്ടോ, ഈ ബ്രിഞ്ചാളിന്റെ ചൂട്ടിലുള്ള ഈ ചെണ്ട്, അതായത് ഈ സംഭവം, ഇത് നമ്മളിങ്ങ് എടുക്കണം. ഓക്കെ. ഇതെടുത്തിട്ട് ഞാൻ കുറച്ച് എടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യാൻ ഞാൻ. ഓക്കെ. അതുപോലെ തന്നെ മുളകിന്റെ ഞെട്ട് ഇത് കണ്ടോ, ഇത്രയിരിക്കും. ഇത് കണ്ടോ, ഓക്കെ. മുളക് ഇതേപോലുള്ള മുളകുണ്ടല്ലോ, ഈ മുളകിന്റെ ഞെട്ടെടുക്കണം. ഓക്കെ. നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നിന്ന് കുറച്ച് പൂക്കളെടുത്ത് പൂക്കൾ ഉണ്ടാക്കി ഇത് ഫിക്സ് ചെയ്യാൻ പോവുക. ഓക്കെ, എന്നാ നമുക്കത് കാണാം. ടിഷ്യൂ പേപ്പർ ഞാൻ ഇവിടെ കൊണ്ടുവച്ചായിരുന്നു. അയ്യോ ടിഷ്യൂ പേപ്പർ പോയി. ടിഷ്യൂവിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ എല്ലാം വേസ്റ്റ് ഐറ്റങ്ങളാണ്. ഇത് ബിസ്ക്കറ്റിന്റെ കവറാണ്, ബിസ്ക്കറ്റിന്റെ പേപ്പറാ. നമ്മള് ബിസ്ക്കറ്റ് വാങ്ങിയ കവർ. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ സംഭവം എന്താണെന്ന്. നമ്മുടെ മെയിൻ ഐറ്റം പിസ്താത്തോട്. ഇത് ഈത്തപ്പഴത്തിന്റെ കുരു. ഓക്കെ. ഇതെന്താണെന്ന് മനസ്സിലായോ? മുരിങ്ങയില. മുരിങ്ങ ഇല അല്ല, ഇല മാറ്റിയിട്ട് അതിന്റെ തണ്ടെടുത്തു. ഓക്കെ. അപ്പൊ ഇത്ര ഐറ്റങ്ങൾ. ഇത് നമ്മുടെ മുന്തിരിയുടെ ശിഖരങ്ങളാ. ഓക്കെ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അടിപൊളി അൽക്കൂലത്തെ ഐറ്റം ഇപ്പൊ റെഡിയാവും അല്ലേ? നമ്മുടെ ഗാർഡനിൽ കൊണ്ട് വെക്കാനുള്ളതാണ്. ഒരു സൈഡിൽ അവിടെ ഇരുന്ന് പരിപാടിയൊക്കെ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഡോണ്ട് ടച്ച് എനിത്തിങ്. ഓക്കെ. ഓക്കെ, മമ്മി അപ്പൊ വർക്ക് തുടങ്ങിക്കോ. നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഗം ഈസ് ഇമ്പോർട്ടന്റ്. അതെ, ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു സംഭവം ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിനകത്തോട്ട് വെച്ചപ്പോ തന്നെ ഒരു പൂവായി മാറിയില്ലേ? യെസ്. വെയിറ്റ്, ഞാൻ ക്യാമറ തിരിച്ച് കാണിക്കാം. വാവ്, ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ? അപ്പൊ ഐഡിയാസ് മാത്രമാണ് വേണ്ടത്. ഇത് വേസ്റ്റ് കൊണ്ടുപോകുന്നു. ഡേയ് വെക്കവിടെ. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ. നമ്മുടെ ഫ്ലവേഴ്സിന് അടിക്കാനുള്ള കളേഴ്സും പെയിന്റും എല്ലാം റെഡിയാണ് നമ്മുടെ കയ്യില്. പിന്നെ ടിഷ്യൂ ഫ്ലവേഴ്സും നമ്മൾ റെഡിയാക്കും. ഫ്ലവറിന്റെ തണ്ടിന്റെ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുവാന്നേ കേട്ടോ. അത് ഒടിച്ചാ എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് കൊണ്ടാണല്ലോ ഇത്രയും വലിച്ചെടുത്തത്. ബാ ഒരു കാര്യം ചെയ്യാം, നമ്മള് അപ്പുറം പോയി ഇവളെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്കും മമ്മി പരിപാടിയെല്ലാം സെറ്റ് ആക്കിക്കോ. പോയാ മതി ഇവിടുന്ന്. ഓക്കെ. അപ്പൊ മമ്മി ഇവിടെ വർക്ക് തുടങ്ങി കഴിഞ്ഞു ഗൈസ്. എന്തായി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാണ്ടേ പൂവുണ്ടോ? ഞാൻ ഒന്നും ചെയ്തില്ല. ഇവിടൊക്കെ ഉള്ള ഐറ്റങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഇത് നമ്മൾ എടുത്തിട്ട് ഞാൻ അതിന് ഇത്തിരി കളറും കൂടി കൊടുത്താലോ? അത് ലാസ്റ്റ് മിക്സ്ഡ് ആക്കണം. ശിഖരത്തിലോട്ട് ഇനി അങ്ങ് വെക്കും. ഇത് പൊളിക്കും. ഇങ്ങനെ ഞാൻ എല്ലാ ശിഖരത്തിലും ആക്കിയിട്ട് വിളിക്കാം. എന്നിട്ട് നമ്മുടെ ഗാർഡനിൽ കൊണ്ട് ഫിക്സ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുട്ട ഉണ്ടാക്കണമെന്നുണ്ടേ. മുട്ട ഉണ്ടാക്കാൻ ഒരുപാടുമില്ല. നമ്മുടെ മുളകുണ്ടല്ലോ, മുളകിന്റെ ചെണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. കണ്ടോ? ഓക്കെ. എന്നിട്ട് ഈ കൊച്ചെന്തോ അതിന്റെ ഇടയില് അല്ല, ഒരു വഴുതണങ്ങയും കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ല. ദേണ്ടിരിക്കുന്ന കള്ളി, വഴുതണങ്ങ കള്ളി എടുത്തിട്ട് അതിന്റെ ടിഷ്യൂ പേപ്പറിനകത്ത് ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് കവർ ചെയ്യണം. ആർക്കും ചെയ്യാം ഇതൊക്കെ, വീട്ടിൽ ഇരുന്ന് ചുമ്മാ ടൈം പാസ്. ഇത് കണ്ടോ, കയ്യിലൊരു സ്റ്റിക്കർ ഒട്ടി. അത് അപ്പുറത്തെ കയ്യിലോട്ട് എടുക്കുമ്പോ അവിടെ ഒട്ടി, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോ ഇപ്പുറം ഒട്ടി.
ഞാൻ ഒരു മുട്ട ഉണ്ടാക്കി കാണിച്ചു തന്നതാ. ശ്രദ്ധിക്കുന്നവര് വേണമെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഓക്കെ. ഇതേണ്ട ഗൈസ്, നല്ല അടിപൊളി ഒറിജിനൽ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഫുള്ള് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയതിനു ശേഷമേ ഞാൻ വീഡിയോയ്ക്ക് വരുന്നുള്ളൂ. സോ എങ്കിൽ മാത്രമേ മമ്മിക്ക് എല്ലാം ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ ആഫ്റ്റർ ദ വർക്ക്. ഗൈസ്, അപ്പം ഞാനും ഡെല്ലൂസ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മമ്മി എല്ലാം റെഡിയാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേണ്ട, ഇത് നമ്മൾ പറഞ്ഞ ആ ബിസ്ക്കറ്റിൻ്റെ ആ കവറിൽ നിന്നും ഒരു അടിപൊളി പെയിൻറ്റിങ്ങും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പിസ്തായുടെ തോടൊക്കെ വെച്ചിട്ട് ഇത് നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഫ്ലവർ നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. സി, ഇതാണപ്പോൾ ഫൈനൽ ലുക്ക്. ഇതാണ്ട് ഫുൾ വർക്കും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ ഡെല്ലൂസ്, എങ്ങനെയുണ്ട്? സൂപ്പർ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെയിന്റിങ്. ആ, ഞാൻ പോയി കുളിച്ചിട്ട് വന്നതാ. എല്ലാം നടക്കണ്ടേ? അതെ, സർവകലാ വല്ലഭ. അപ്പൊ നമ്മുടെ ഇത് നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നും നമ്മള് റെഡിയാക്കിയെടുത്ത ഒരു ഫ്ലവർ ആണ്. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലോട്ട് കൊണ്ടുവെക്കാം. അതാണ് എന്റെ അഭിപ്രായം. എടുത്തോളൂ. കുഞ്ഞിനും എന്തോ അഭിപ്രായം പറയാം. ഡെല്ലൂസ്, എന്താണ് നിന്റെ അഭിപ്രായം? സൂപ്പറാണോ? ടാറ്റ. ആ, ടാറ്റ പറയാം. അതിന് മുന്നേ ഗാർഡനിൽ കൊണ്ടുവച്ചിട്ട് ടാറ്റ പറയാം. ഇത് കേട്ടോ, ഷോപ്പിങ്ങിന് തയ്യാറായി നിൽക്കുക. അതെ അതെ, വാ വാ വാ, എടുത്തോണ്ട് വാ, എടുത്തോണ്ട് വാ. നമ്മുടെ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡനിലോട്ട് തൽക്കാലം നമുക്ക് കൊണ്ടുവെക്കാം. യെസ്. അപ്പോൾ വഴുതണങ്ങ, മുരിങ്ങയില എല്ലാത്തിൻ്റെയും ചെണ്ട് വെച്ചിട്ടുള്ള ഒരു ചെടിയും കൂടെ നമ്മുടെ ഗാർഡനിൽ എത്തി. അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.